അങ്ങനെയൊരിടം. എഴുതിയത് ശ്രീ MK ചാന്ദ്രാജ്. ഇങ്ങോട്ടൊന്നും യുദ്ധം വരില്ല, നമുക്ക് പേടിക്കണ്ട, അല്ലേ അമ്മേ? യമുനയുടെ കയ്യിൽ നിവർത്തിപ്പിടിച്ച പത്രത്താളിൽ രണ്ടു കൈയും അറ്റ പിഞ്ചു ബാലന്റെ ദയനീയ മുഖം അതെന്നെ അലോസരപ്പെടുത്തി. നിർവികാരതയുടെ മുഖപടമണിഞ്ഞ് ചോദിച്ചു, ആരാ മോളെ പറഞ്ഞത്? സ്കൂളിൽ നിന്ന് വരുമ്പം സുനിതേച്ചിയാ പറഞ്ഞത്. ഓഹോ, പിന്നെന്തൊക്കെ പറഞ്ഞു? കേബിളിൽ യുദ്ധം കാണാൻ നല്ല രസമുണ്ടെന്ന്. ഇനിയെങ്കിലും കേബിൾ എടുക്കാൻ അച്ഛനോട് പറയമ്മേ, ഈ പത്രം വായിച്ചാൽ ഒരു രസവുമില്ല. ഓ, ഇനി കേബിളിന്റെ കുറവും കൂടിയേ ഉള്ളൂ. ഇപ്പൊ തന്നെ പഠിക്കാൻ നേരത്ത് ടിവിയും തുറന്നിരിപ്പാണ്. കേബിൾ എടുക്കാത്തത് എത്ര നന്നായി. പരിചിതമായ നാടും മനസ്സു പങ്കുവച്ച അവിടുത്തെ നാട്ടാരും തീയിൽ വെന്തരിയുന്നത് കാണേണ്ടി വന്നില്ലല്ലോ. രവിയും അത് പറയാറുണ്ട്. രവിയുടെ അധ്വാനവും വിയർപ്പും കൊണ്ടു പടുത്തുയർത്തിയ എത്ര കെട്ടിടങ്ങളാവും ശത്രുക്കൾ ഇടിച്ച് തവിടുപൊടിയാക്കിയിരിക്കുക. ഈ അമ്മയെ കൊണ്ടു തോറ്റു. മായയും സിന്ധും ഡോളിയും പറയണ കേൾക്കുമ്പം മതി മതി യമുനെ, നീ പോയി നാളത്തേക്ക് വല്ലതും നോക്ക്. ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കയ്യിലിരുന്ന പത്രം വലിച്ചെറിഞ്ഞ് മുഖം വീർപ്പിച്ചുകൊണ്ട് യമുന ഓടിപ്പോയി. അവളെ ശകാരിക്കാൻ നാവു പൊന്തിയതാണ്, പിന്നെ സ്വയം അടക്കി. തറയിൽ നിന്ന് പത്രം എടുത്തു നോക്കി. ആ ബാലന്റെ നിസ്സഹായത പടർന്ന മുഖം നിശബ്ദമായ ഒരു തേങ്ങൽ ഉള്ളിലുണർത്തുന്നു. അറിയാതെ ഓർമ്മകളുടെ കിനിവ്, അതിലൂറി വരുന്ന ഒരു മുഖം. അതെ, എന്റെ യദുവിനെ പോലെയുണ്ട്. ആ മൂക്ക്, ചെവി, കണ്ണുകൾ, കൺപീലികളും വളഞ്ഞ ഭംഗിയാർന്ന പുരികവും എല്ലാം യദുവിൻ്റേതുപോലെ. 6-ാം വയസ്സിൽ ടൈഫോയിഡിന്റെ രൂപത്തിൽ കറുത്ത കോമാളി വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ യദു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തണുത്ത പുലർച്ചയിൽ മാറത്തു മയങ്ങിക്കിടക്കുന്ന യദുവിനെയും കൊണ്ട് രവിയോടൊപ്പം അൽ ആരിഫ് ആശുപത്രിയിലെത്തി. ഡോക്ടർമാരുടെ കഴിവുകൾക്ക് അപ്രാപ്യമായ തണുത്ത മരവിപ്പിലേക്ക് യദു അകന്നകന്നു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ഞങ്ങൾക്കു കഴിഞ്ഞുള്ളൂ. ആശുപത്രിയിലും പിന്നെ ഫ്ളാറ്റിലും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്ത കൂട്ടുകാരെയും അയൽവാസികളെയും മറക്കാനാവില്ല. ആ നാട്ടുകാരുടെ സ്നേഹവും നിഷ്കളങ്കതയും ആവോളം അനുഭവിച്ച അസുലഭ മുഹൂർത്തം. ബാബിലോണിയൻ സംസ്കാരത്തിന്റെ സാന്ത്വന സ്പർശമേറ്റ നല്ല നാളുകൾ. വിദേശാക്രമണം വികൃതമാക്കാത്ത ബാഗ്ദാദ് നഗരം അന്ന് എത്രമാത്രം മനോഹരമായിരുന്നു. യദുവിന്റെ വേർപാടായിരുന്നു രവിയുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉദ്യോഗവും എന്റെ ടീച്ചർ പണിയും മതിയാക്കി നാട്ടിൽ വന്നു കൂടുകൂട്ടാനുണ്ടായ പ്രേരണ. അലമാരയ്ക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആൽബത്തിനുള്ളിൽ യദു ഉണ്ട്. ആൽബം തുറക്കുമ്പോൾ നിറയുന്ന കണ്ണുകൾ നോക്കി അവൻ ചിരിക്കും. ജീവിതത്തിന്റെ രേഖ കടന്നാൽ പിന്നെ ചിരി മാത്രമേയുള്ളൂ എന്ന് അപ്പോൾ തോന്നിപ്പോകും. കണ്ണീരും ദുഃഖവുമൊക്കെ ആ രേഖയ്ക്കിപ്പുറമെന്നും. ബോംബാക്രമണം മൂലം ഉറ്റവരും ഒപ്പം 2 കൈകളും നഷ്ടമായ അൻസാരിയാണ് ഈ പത്രത്താളിൽ. മൃതപ്രായരായ ഒട്ടേറെ രോഗികൾക്കിടയിൽ അൽ ആരിഫ് ആശുപത്രി സന്ദർശിക്കുന്ന പത്രലേഖകർക്ക് മുന്നിൽ അവൻ വിതുമ്പുന്നു. ദുഃഖം കണ്ണു നനയ്ക്കുമ്പോൾ അൻസാരി എന്റെ യദു ആകുന്നു. ഒരുപക്ഷെ യദു കിടന്ന അതേ കിടക്കയിലാവാം അൻസാരി ഇപ്പോൾ. യദുവിന്റെ രോഗശയ്യക്കരികിൽ എന്നെ ആശ്വാസവാക്കുകളാൽ പൊതിഞ്ഞ ഇറാഖി പെൺകൊടിമാർ എവിടെയാവും ഇപ്പോൾ? അയൽക്കാരി സാഹിറ, പിന്നെ സുഹ്റ, ഫാത്തിമ. ബോംബും മിസൈലും മറ്റും അവരെയൊക്കെ യൂഫ്രട്ടീസ് നദീതീരത്ത് ധൂളികളായി വർഷിച്ചോ? അനേകായിരങ്ങൾക്കൊപ്പം അവരുടെ ജീവിതങ്ങളും മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ഒടുങ്ങാത്ത നിലവിളികളായി പ്രതിധ്വനിക്കുന്നുണ്ടാവുമോ? എല്ലാം അറിയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അറിയില്ലല്ലോ. കർബാലയിലെ അൽ ആരിഫ് ആശുപത്രിയിൽ അനാഥനായ അൻസാരിയെയും പരിചരിച്ച് ഞാനിരുന്നോട്ടെ. ഉറ്റവരുടെ വേർപാട് തളർത്തിയ ആ മനസ്സ് എന്റെ സാന്ത്വന ലേപനം മൂലം ആശ്വാസം കൊണ്ടോട്ടെ. മുറിവുണങ്ങിയാൽ 2 കൃത്രിമ കൈകൾ കൊണ്ട് അവനെ ഒരു പൂർണ്ണ മനുഷ്യക്കുട്ടിയാക്കാനായേക്കും. ഞാൻ അവനെ യദുവാക്കും. ബാബിലോൺ ജില്ലയിലെ ഹില്ല നഗരത്തിൽ ഉദയം പതിവ് പോലെ തന്നെയായിരുന്നു. പാൽ വാങ്ങാൻ പുറത്തിറങ്ങിയ അവൻ നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. മുറ്റത്ത് നിൽക്കുന്ന ബാപ്പയോട് എന്തോ സംസാരിച്ചു നിൽക്കുന്ന ഉമ്മ. പുലർകാലത്തെ ഇളം കാറ്റിൽ ഉമ്മയുടെ തട്ടം മെല്ലെ ഇളകുന്നു.
ഉമ്മയുടെ തിളങ്ങുന്ന ചിരിക്കുമീതെ എന്തോ ചീറിപ്പാഞ്ഞു വരുന്നു. കാതടപ്പിക്കുന്ന പൊട്ടിത്തെറി, എങ്ങും തീയും പുകയും, പിന്നൊന്നും ഓർമ്മയില്ല. ഒടുവിൽ ഈ കിടക്കയിൽ. അന്നത്തെ ക്ലസ്റ്റർ ബോംബ് കൊണ്ടുപോയത് ഉമ്മയും ബാപ്പയും അടക്കം 35ഓളം പേരെ. ബാപ്പയ്ക്ക് അൻസാരിയെ ഡോക്ടറാക്കാൻ മോഹമായിരുന്നു പോലും. അവന്റെ വിതുമ്പലുകൾക്കിടയിൽ ചിതറുന്ന വാക്കുകളിലൂടെ ഏറെക്കുറെ ഊഹിച്ചെടുക്കാനാവുന്നു. അടുത്ത കട്ടിലിൽ കിടക്കുന്ന സഫായുടെ കാര്യം എത്ര ദയനീയമാണ്. ആമിന ജീവിച്ചിരിക്കുന്നത് തന്നെ തന്റെ ഏക മകൾ സഫായെ കരുതി മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ അബുവാസ് തെരുവിൽ വെച്ച് ഇരുളിൽ പതുങ്ങിയിരുന്ന കുറേ പട്ടാളക്കാരുടെ നീചപ്രവൃത്തികൾക്കൊടുവിൽ സ്വയം മരണം വരിച്ചേനെ. അതും സഫായ്ക്കു വേണ്ടി മരുന്നിനായി അലഞ്ഞു നടന്ന ഒരു സന്ധ്യയ്ക്ക്. ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് വഴുതിപ്പോകുന്ന സഫായെക്കുറിച്ച് പട്ടാളക്കാരോട് തനിക്കറിയാവുന്ന ഭാഷകളിലെല്ലാം ആമിന പറഞ്ഞു കേണു. അധിനിവേശത്തിന്റെ വിശപ്പാർന്ന അധികാരത്തിനു മുന്നിൽ ആമിന വെറും മാംസക്കഷ്ണം മാത്രം. ഓർമ്മ തെളിഞ്ഞപ്പോൾ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരാരോ ആണ്. വേദന തിന്നുന്ന സഫായെ കെട്ടിപ്പിടിച്ച് അല്ലാഹുവിൽ മനസ്സർപ്പിക്കുമ്പോൾ ജീവിതത്തോട് തോന്നുന്ന വികാരം എന്താണ് എന്നവൾക്കറിയില്ല. തന്നെയും സഫായെയും തനിച്ചാക്കി പൊന്നുമോൻ ഹഷ്മിക്കൊപ്പം ഉമർ ഒന്നുമറിയാത്ത ലോകത്തിലേക്ക് കടന്നുകളഞ്ഞതെന്തെന്ന് ആമിന സ്വയം ചോദിക്കും. അല്ലായിരുന്നെങ്കിൽ 1991 ഫെബ്രുവരി 13 പുലർച്ചെ 4:30 മണിക്ക് അൽ അമറിയ ഷെൽട്ടറിൽ വെച്ച് എല്ലാം ഒന്നോടെ തീരേണ്ടതായിരുന്നില്ലേ? ബോംബാക്രമണം ഭയന്ന് ഷെൽട്ടറിൽ അഭയം തേടിയ 500ഓളം പേരിൽ 12 പേർക്കൊപ്പം താനും കൈക്കുഞ്ഞായ സഫായും രക്ഷപ്പെട്ടത് എങ്ങനെ എന്നറിയില്ല. എന്തിനായിരുന്നു ആ രക്ഷപ്പെടൽ? 4 മിനിറ്റിനുള്ളിൽ 2 തവണ പതിച്ച 23 ടൺ ഭാരമുള്ള ആ ബോംബുകൾക്ക് 14 ജീവിതങ്ങൾ കൂടി ഉരുക്കിക്കളയാമായിരുന്നില്ലേ? 400 ഡിഗ്രി ചൂടിൽ ഉയർന്ന മർദ്ദത്തിൽ ഏറെ പേരും ഭിത്തിയിൽ ചെന്നിടിച്ച് പറ്റിച്ചേർന്ന് ഉരുകിയൊലിച്ച്. ഇപ്പോഴും ആ കാഴ്ച കാണാൻ പലരും പോകാറുണ്ട്. 10-11 കൊല്ലത്തിനുള്ളിൽ ആമിന ഒരിക്കൽ പോലും അത് കാണാൻ പോയിട്ടില്ല. ഉമറും ഹഷ്മിയും മറ്റും ആ ഭിത്തിയിൽ ഉരുകിയൊലിച്ചിരിപ്പുണ്ടാകണം, വാൻഗോഗിന്റെ പെയിന്റിംഗ് പോലെ. ചരിത്രം ആവർത്തിക്കുന്നുവെന്ന് ആരെ പറഞ്ഞത്? ചരിത്രത്തിന് യുദ്ധമെന്നും അർത്ഥമുണ്ടോ? ആമിന ആകെ തളർന്നു പോയത് സഫായ്ക്ക് അർബുദമാണെന്നറിഞ്ഞപ്പോഴാണ്. ബാഗ്ദാദിന് ചുറ്റുവട്ടത്തുള്ള എല്ലായിടങ്ങളിലും കുട്ടികളിൽ പരക്കെ കാണുന്ന രോഗം തന്നെ. ബോംബിലും മിസൈലിലും മറ്റും അടങ്ങിയ പ്ലൂട്ടോണിയം പോലുള്ള വസ്തുക്കൾ വിതച്ചതാണ് ഈ രോഗം. സഫായെ പോലെ എണ്ണമറ്റ കുട്ടികൾ ഈ രോഗം കാരണം കഷ്ടപ്പെടുന്നു. ഈ ആശുപത്രിയിൽ തന്നെ എത്രയെത്ര കുട്ടികൾ മരണത്തോട് തമാശകൾ പറഞ്ഞ് അന്ത്യം കാത്തിരിക്കുന്നു. വിശപ്പ് അകറ്റാൻ തന്നെ പണമില്ലാത്തവർ, ഉപരോധം കൊണ്ട് മരുന്നുകൾ പോലും കിട്ടാനില്ലാതെ വലയുന്നവർ. ഉപരോധത്തിന്റെ ഫലമായി മരിച്ചവർ തന്നെ 2 ലക്ഷത്തോളം വരും. എന്റെ പഴയ കൂട്ടുകാരി ആമിനയെ എങ്ങനെയാണ്, എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? യുദ്ധം മരിക്കുന്നവരോട് കരുണ കാട്ടുന്നു, ജീവിക്കാൻ വിധിക്കപ്പെട്ടവരോട് ക്രൂരതയും. കുറച്ചകലെ അൽ റഷീദ് തെരുവിലൂടെ പട്ടാളവണ്ടികൾ പായുന്നത് ജനാലയിലൂടെ നോക്കി ആമിന ഇരിക്കുന്നു. ഇടയ്ക്കിടെ കാതടപ്പിക്കുന്ന ഒച്ച. ദൂരെ എന്തോ കത്തിയെരിയുന്നു. ആകാശം മുട്ടെ കറുത്ത പുക ഉയർന്നു പൊന്തുന്നു. സഫ മയങ്ങുകയാണ്, വേദന സംഹാരി പോലും കിട്ടാതെ. അവൾ ഉണരുന്നതും കാത്ത് ആമിന കണ്ണടച്ചിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ അൽ അറബ് തെരുവിന്റെ ഓരത്തുകൂടി സ്കൂൾ ബാഗും തൂക്കി സഫ പഠിക്കാൻ പോകുന്നതും ബോംബും മിസൈലും തകർത്ത ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ഉമറും ഹഷ്മിയും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും ആമിന സ്വപ്നം കാണുകയാവാം. സ്വപ്നങ്ങളുടെ വർണ്ണരാജികൾ പാകിയ സമ്പൽ സമൃദ്ധിയിൽ ആ സ്നേഹിത ആവോളം മുഴുകട്ടെ. എനിക്കെന്റെ കുഞ്ഞിനെയും കൊണ്ട് അൽ ആരിഫിന്റെ ദുരന്തഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. യമുന പറഞ്ഞതുപോലെ യുദ്ധം തീണ്ടാത്തൊരിടത്തേക്ക്. എല്ലാം കാൽക്കീഴിലാക്കാൻ വെമ്പലാർന്ന തന്ത്രങ്ങളുമായി കഴുകൻ തക്കം പാർത്തിരിക്കെ ഈ ആഗോള ഗ്രാമത്തിൽ എവിടെയാണ് അങ്ങനെയൊരിടം?